ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബ്ദമായും ചാറ്റായും പലതവണയായി തെളിവുകൾ പലതായി പുറത്തു വന്നപ്പോൾ പരാതിയുണ്ടോ എന്ന ധൈര്യത്തോടെ ചോദിച്ച കോൺഗ്രസിന്റെ യുവ MLA ഇന്ന് ഓഫീസും പൂട്ടി ഫോണും ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ്. ആദ്യം ഗർഭധാരണത്തിനും പിന്നെ ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നത് ഒരു സാധാരണ മനുഷ്യന് പറ്റുന്ന കാര്യമല്ലെന്ന് മനുഷ്യരായവർക്കെല്ലാം അറിയാം. സങ്കടം കൊണ്ട് ഒരു പെൺകുട്ടി ചങ്കുപൊട്ടി കരയുമ്പോൾ നാടകം കളിക്കരുതെന്ന് തിരിച്ചു പറയുന്നവർക്ക് മനുഷ്യസ്നേഹം എന്തെന്ന് അറിയുമോ? അങ്ങനെ ഒരാൾക്ക് ജനപ്രതിനിധിയാകാമോ? MLA ആകാമോ? കോട്ടെ ഒരു മനുഷ്യനായി ജനങ്ങൾക്കിടയിൽ തുടരാമോ? രാഹുൽ അറസ്റ്റിലേക്ക് വരുന്നതാണ് ചോദ്യം. ചർച്ചയിൽ ആദ്യം രാഹുലിനെതിരെ ആദ്യ വെളിപ്പെടൽ നടത്തിയ റിനി ജോർജ്, യുവനടി, സജ്ന ബി സാജൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, രാജു പി നായർ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. ഓരോരുത്തരും ഓരോ സമയത്താണ് ചർച്ചയിൽ പങ്കുചേരുന്നത്. രാഹുൽ ഈശ്വറും 7:30 വരെ നമ്മോടൊപ്പം. ചർച്ചയിലൂടെ അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് CPM പ്രതിനിധി, KM ആന്റണി റിട്ടയർഡ് SP ചർച്ചയിൽ. ആദ്യം ഞാൻ റിനിയിലേക്കാണ് പോകുന്നത്. റിനി, ആദ്യം റിനിയിലേക്ക് വരുന്നു. കാരണം ആദ്യ ശബ്ദമുയർന്നത് റിനിയിൽ നിന്നാണ്, ആദ്യ പ്രതികരണം വന്നത് റിനിയിൽ നിന്നാണ്, ആദ്യം ധൈര്യം കാട്ടിയതും റിനിയാണ്. ഇപ്പോൾ മറ്റൊരു പരാതിക്കാരി, ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതി വൈകിയല്ലോ എന്നുള്ള ചോദ്യവും ഒരു വശത്തുനിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെ വൈകാനുള്ള കാരണങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിനെയൊക്കെ അതിജീവിച്ചപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി MLA ആയി തുടരാമോ? എന്താണ് റിനിക്ക് പറയാനുള്ളത്? അല്ല, ഞാനൊരു വ്യക്തിയെ എടുത്ത് പറയുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് നേതാവാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ പദവിക്ക് യോഗ്യനല്ല എന്നുള്ളതാണ്. പദവിക്ക് എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇരിക്കാൻ പോലും യോഗ്യനല്ല എന്നുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ പുരുഷന്മാരെ മാത്രമല്ല, അയാളുടെ അരികിൽ സ്ത്രീകൾക്കും വരേണ്ടി വരും. അപ്പോൾ അവർക്കും മാന്യമായിട്ട് ഇടപെടാനും ജീവിക്കാനും കഴിയണം. അത്തരത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയക്കാർ മാത്രമേ നമ്മുടെ സമൂഹത്തെ, അത്തരത്തിൽ പെരുമാറുന്ന പുരുഷന്മാർ തന്നെ അങ്ങനെ ആയിരിക്കണമെന്നാണ്. എന്നാൽ പോലും രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ധാർമ്മികത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അത് ഏത് പാർട്ടിയിലാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല, സ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ കൃത്യമായി അത് തിരുത്തി മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. റിനിക്ക് ഈ പരാതി പുറത്തു പറഞ്ഞ ശേഷം, പരസ്യമായി പ്രതികരിച്ച ശേഷം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അതും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഉറപ്പായിട്ടും ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖമടക്കം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതാണ് ആ പെൺകുട്ടി എന്ന് പറയുന്ന കാപാലികരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ആക്രമിക്കാൻ വേണ്ടി. ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ നടന്ന ശേഷമാണ് ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ റിനി, അപാരമായ ധൈര്യമുണ്ടെങ്കിലല്ലേ പരാതിപ്പെടാനാകൂ? അത് ഇത്ര കാലം മാറിയിട്ടും, ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്ര കാലം മാറിയിട്ടും ആ സ്ഥിതിക്ക് വ്യത്യാസമില്ല എന്നുള്ളതല്ലേ കാണേണ്ടത്? നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കൃത്യമായി വളരെ സ്ത്രീ വിരുദ്ധമായ ഒരു സമൂഹമാണ് ഇപ്പോഴും എന്ന് പറയേണ്ടി വരും. പ്രബുദ്ധ ജനത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്ത്രീ വിഷയങ്ങളിൽ കൃത്യമായ സ്ത്രീ വിരുദ്ധത ഉള്ളവരാണ് ഒരുപാട് പേര്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെയധികം പേരും ഇപ്പോഴും സ്ത്രീ വിരുദ്ധത തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചുണ്ടാവുന്ന ഒരു ദുരനുഭവം എന്ന് പറയുന്നത്, ഇനിയും അവൾ പലതരത്തിലുള്ള ആക്രോശങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അവരുടെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തുവിടാനും അവരെ വ്യക്തിപരമായി ഹത്യ ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അപാരമായ ധൈര്യം വേണം എന്നുള്ള കാര്യം വളരെ ഇതായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രശസ്തനായ ഒരു വ്യക്തിയാണ് പ്രതിയായി നിൽക്കുന്നത് എങ്കിൽ അപാരമായ ധൈര്യം വേണമെന്ന് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയെ പോലും മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള, ഇപ്പൊ ഇതൊരു സാധാരണ പുരുഷനായിരുന്നു ഇവിടെ പ്രതിസ്ഥാനത്തെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഈ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുമായിരുന്നു. പക്ഷെ ഏതെങ്കിലും രീതിയിൽ റീൽസിൽ കൂടെയോ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പ്രശസ്തി നേടുന്ന ഒരു പുരുഷന് ഇവിടെ എന്തുമാകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നുള്ളത് നമ്മൾ മാറ്റേണ്ട കാര്യമാണ്. അതിനൊരു ധൈര്യമായി ഈ പെൺകുട്ടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഒരു ധൈര്യം ഈ പെൺകുട്ടിയിൽ നിന്നു പോകരുത്. ഇനിയും ആക്രമിക്കപ്പെട്ടവരും ഉപദ്രവിക്കപ്പെട്ടവരുമായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളും മുന്നോട്ട് വരണം. നിങ്ങളുടെ നീതി നടപ്പാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്.
ജീവിതത്തിൽ നിങ്ങൾ പോരാടി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്. ഇത് ഇവിടെ അവസാനിക്കേണ്ടതല്ല, ഇതൊരു വിഷയമല്ല, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് സ്ത്രീകളുടെ, ഈ അനുഭവം നേരിട്ട സ്ത്രീകളുടെ ബാധ്യത കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ധൈര്യം ഈ സമൂഹത്തിലെ മറ്റു പെൺകുട്ടികൾക്കും വരാൻ പോകുന്ന പെൺകുട്ടികൾക്കും നമ്മുടെ അനുജത്തിമാർക്കും സന്തോഷകരമായി മാന്യമായി ഈ സമൂഹത്തിൽ നിലകൊള്ളാൻ ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ അതിജീവിതമാരെല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, സജ്നയിലേക്ക് പോകുന്നു. സജ്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സജ്നയിലേക്ക് വരാം. അതിനു മുമ്പ് രാഹുൽ ഈശ്വറിലേക്കാണ്. രാഹുൽ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അങ്ങനെ തുടർച്ചയായി പരാതികൾ ഉയർന്നു. ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഒരു ആത്മവിശ്വാസമുണ്ട്. പാർട്ടി ഉടനെ നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പാർട്ടിയിലില്ല എന്ന് പറയുന്നു. പക്ഷേ എപ്പോഴും പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ പിന്തുണ നൽകുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചൊരു ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം ഞാൻ എന്തും നിയമപരമായി നേരിട്ടുകൊള്ളാം എന്ന് പറയുന്നു. ഇതൊന്നും തന്നെ തൻ്റെ ശബ്ദമല്ല എന്ന് ഇയാൾ നിഷേധിക്കുന്നുമില്ല. അപ്പോൾ അയാൾ എന്ത് തരം ആത്മവിശ്വാസത്തിന്റെ പ്രതിനിധിയാണ് രാഹുൽ? എന്താണത് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ഒടുവിൽ സിനിമാ നടിമാരെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഇവർക്കൊന്നും എന്നോട് അയിത്തമില്ല എന്ന് കാണിക്കാൻ അതും ഒരു PR പരിപാടിയാക്കി കൊണ്ടുവരുന്നു. പൊതുപരിപാടികളൊക്കെ സജീവമായി പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുപ്പിക്കാൻ ഒരു പ്രത്യേക വിഭാഗം തന്നെ രംഗത്ത് വരുന്നു. അപ്പോൾ അത് എന്ത് തരം സന്ദേശമാണ് രാഹുൽ ഈശ്വർ? രണ്ട് കാര്യങ്ങൾ. ആദ്യം തന്നെ റിനി വളരെ നന്നായി സംസാരിച്ചു. റിനി പറഞ്ഞ കാര്യങ്ങളോടൊന്നും യോജിപ്പില്ലെങ്കിലും വളരെ മനോഹരമായി ഫ്ലോയിൽ സംസാരിച്ചു. അതിനെ കമന്റ് ചെയ്യുന്നു. അതോടൊപ്പം രണ്ടാമത്തെ പോയിന്റ്, സ്മൃതിജി, താങ്കൾക്കറിയാമല്ലോ ഈ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കും? ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത, ആ വിവാഹം മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക? 2024 ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യണം. 2024 ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി 2025 മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആ സമയത്ത്, അതിന് കുറച്ചു മുമ്പേ ബന്ധമുണ്ട്, ഇവരുമായി ബന്ധം സ്ഥാപിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാത്ത എന്താ പയ്യന്? രാഹുൽ ഈശ്വർ, രണ്ടുപേരുടെ വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന കാര്യമാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നോക്കൂ, അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് പോകരുത് രാഹുൽ ഈശ്വർ, അത് പോകരുത്. നമ്മുടെ ചർച്ചയിൽ അത് പോയി കൂടാ. അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. രാഹുലും പരാതിക്കാരിയും മതി. ഞാൻ എല്ലാ ബഹുമാനത്തോടെയും ചോദിച്ചോട്ടെ, ഇത്രയും നാള് രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായി വലിച്ചു കീറിയപ്പോ ഇല്ലാത്തൊരു അവധാനത പെട്ടെന്ന് സ്മൃതി മാഡത്തിന്റെ സ്വരത്തിന് വന്നത് കണ്ടോ? അല്ല രാഹുൽ ഈശ്വർ, നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ നമ്മൾ ചർച്ച നടത്തുന്നത്? രാഹുൽ ഈശ്വർ, നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ ചർച്ച നടത്തുന്നത്? അറിയിക്കണ്ടല്ലേ രാഹുൽ? ഒച്ച വെക്കാതിരിക്കൂ രാഹുൽ, കേൾക്കൂ. നമ്മൾ പുറത്തേക്ക് വന്ന ശബ്ദരേഖകളിലാണ് ചർച്ച നടത്തുന്നത് രാഹുൽ. ആ ശബ്ദരേഖകളിൽ അങ്ങേക്ക് സമയമാണ്, അല്ല അങ്ങ് ഞാൻ ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല. ഇല്ല, ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല. ആ പെൺകുട്ടിയുടെ മറ്റു കാര്യങ്ങളോട് വെളിപ്പെടുത്തരുത്. മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തരുത്. അത് അറിയിക്കാതിരിക്കാൻ നോക്കുകയാണ്. ഉറപ്പായിട്ടും അത് നമ്മുടെ വിഷയമല്ല. അത് നമ്മുടെ വിഷയമല്ല. രാഹുൽ ആ ബന്ധത്തിൽ തുടരുമ്പോഴും അതൊരു വിഷയമായിരുന്നില്ല. രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയുമായി നടത്തിയ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ കേട്ടത്. അതിലൊന്നും തന്നെ ഈ വിഷയം കടന്നു വന്നിട്ടില്ല. അവർക്കിടയിലെ ബന്ധം, ആ ബന്ധത്തിൽ അയാൾ കാണിച്ച ചതിയാണ് ശബ്ദരേഖയായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് അയാൾ നിഷേധിക്കാത്ത കാലത്തോളം രാഹുൽ ഈശ്വരത്തിനാണ് ഇത്രത്തോളം ബഹളം വെക്കുന്നത്. അയാൾ നിഷേധിച്ചോ? അതെന്റെ ശബ്ദമല്ലെന്ന് നിഷേധിച്ചോ? ആ പെൺകുട്ടിയുമായി ബന്ധമില്ല എന്ന് നിഷേധിച്ചോ? നിയമപരമായി നേരിടുമെന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് 10 സെക്കൻഡ് തരാമോ? പറയാം, അങ്ങേക്ക് പറയാം. 10 കൂടുതൽ സമയം തരാം. ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ് ആ പെൺകുട്ടി. ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ്. ഈ വസ്തുത നിങ്ങൾ എത്ര കാലം മറച്ചു വെക്കും? എനിക്കിത് അറിയാന്നില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞോ? എന്തുകൊണ്ടാ പറയാത്തത്? ആ പെൺകുട്ടിയുടെ പ്രിവസി രക്ഷിക്കണമെന്ന് വെച്ചാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറഞ്ഞാ പോരെ? എന്തുകൊണ്ടാ പറയാത്തത്? ആ പയ്യന്റെ മാന്യതയാണ്, ആ ചെറുപ്പക്കാരന്റെ മാന്യതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA മാന്യത കാരണമാണ് പറയാത്തത്. ആ മാന്യതയല്ലേ നമ്മൾ ശബ്ദരേഖയിലൂടെ കേട്ടത്? മാന്യത എത്രത്തോളം വേണമെന്നല്ലേ മാഡം നിങ്ങൾ കേട്ടത്?
രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് സീരിയസ് ആയ ഒരു ബന്ധത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് വേണം, കുടുംബം വേണമെന്ന് ആഗ്രഹിച്ചു. എങ്ങനെ കല്യാണം കഴിക്കും? ഓൾറെഡി കല്യാണം കഴിച്ചു എന്ന വസ്തുത മറച്ചു വെച്ചല്ലേ ബന്ധം ഉണ്ടാക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ശബ്ദരേഖയിലുള്ളത്. മാന്യതയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ശബ്ദരേഖയിലുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ന്യായമാണല്ലോ പറയേണ്ടത്. അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ മാന്യതയാണ്. ഇനി ഒരു കാര്യം കൂടെ, ആളാരാണെന്ന്, ഏത് ചാനലിലെ ആണെന്നും പെൺകുട്ടി ആരാണെന്നും അറിയാലോ. ഇതൊന്നും പറയരുത് പ്ലീസ്. എന്തിനാണ് അറിയാത്ത ആളുകൾക്ക് രാഹുൽ ഈശ്വർ അവരെ എറിഞ്ഞു കൊടുക്കുന്നത്? രാഹുൽ, ഞാൻ പറയില്ല, ഞാൻ ഒരു കാരണവശാലും പറയില്ല. അത് ഒരു വാദത്തിന് ജയിക്കാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പ്രിവസിയെ ഞാൻ ഒരു കാരണവശാലും ബലികഴിക്കില്ല. 100% ആ പെൺകുട്ടി ആരാന്ന് എനിക്ക് ഇപ്പോഴല്ല, ഒരുപാട് കാലമായിട്ട് അറിയാം. പറയില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ മാന്യത ഞാൻ കാത്തു സൂക്ഷിക്കും. എന്നേക്കാൾ മാന്യത കാത്തു സൂക്ഷിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഇത്രയും പോലും പറയാത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചു നേരം മുമ്പ് സംസാരിച്ചിരുന്നു. ഞാൻ പലവട്ടം ഇത്തരം കാര്യങ്ങൾ പറയാം, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് ഇനി ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷേ അത് പറയാത്തത് ആ ചെറുപ്പക്കാരന്റെ നന്മയും മാന്യതയുമാണ്. ഇതൊക്കെ ഈസിയായി പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് പറയാത്തത് ഒരു ചെറുപ്പക്കാരന്റെ മാന്യതയാണ്. ആ ന്യായമാണ് അങ്ങേക്ക് പറയാനുള്ളത്. വിവാഹിതയായിരുന്നു എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ആ ശബ്ദരേഖ നമ്മൾ കേട്ടു. അതിനുശേഷം ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലും രാഹുൽ ഈശ്വർ പറയുന്ന വാദം അങ്ങ് കേട്ടല്ലോ. ഇവിടെ 3 മാസമായി ഇത് പൊതുസമൂഹത്തിലുള്ള പരാതി തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിശദമായിട്ടുള്ള പരാതി കൊടുത്തു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. തന്റെ കയ്യിലുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും ഹാജരാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ നമ്മൾ ഈ മാധ്യമത്തിലൂടെ ആ പെൺകുട്ടിയെ വിചാരണ ചെയ്യുന്ന തരത്തിലേക്ക് ഈ ചർച്ച മാറുകയാണ്. ബഹുമാനപ്പെട്ട സുഹൃത്ത് രാഹുൽ ഈശ്വർ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിൽ ആ പെൺകുട്ടിക്കെതിരെ പരസ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ഒരിക്കലും നമുക്ക് യോജിച്ച പ്രവൃത്തി തന്നെയല്ല. ആ പെൺകുട്ടിയുടെ എല്ലാ തരത്തിലും പരാതി കൊടുക്കാനുള്ള അവകാശവും അന്വേഷണ പോലീസ് നടത്തുമ്പോൾ അതിനോട് സഹകരിക്കാനുള്ള അവരുടെ അധികാരവും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കാനുള്ള എല്ലാ തരത്തിൽ നിയമപരമായിട്ടുള്ള അധികാരവും എല്ലാം ഉണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ സ്വഭാവഹത്യ നടത്തുന്ന തരത്തിൽ ഐഡന്റിറ്റി കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിന്റെ സംസാരം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിയമ സംവിധാനം ശക്തമായിട്ടുണ്ടല്ലോ. ഏതായാലും ഒരു പെൺകുട്ടി തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവത്തെക്കുറിച്ച് പരാതി കൊടുത്തിരിക്കുന്നു. 3 മാസമായിട്ട് ക്രൈംബ്രാഞ്ച് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. റിട്ടേൺ ആയിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇവിടെയും പല കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടിലും സൂചിപ്പിച്ചിരിക്കുന്നത് പരാതി എവിടെ എന്നതായിരുന്നു. ഇപ്പോൾ ഒരു പരാതി കിട്ടിയിരിക്കുന്നു. ഏതായാലും ആ പെൺകുട്ടി തന്റെ ദുരനുഭവങ്ങൾ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മുന്നിൽ പറയും, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പറയും, 164 സ്റ്റേറ്റ്മെന്റ് അടക്കം രേഖപ്പെടുത്തും. ആ ഒരു സാഹചര്യത്തിൽ ചർച്ച വഴിതെറ്റി പോകരുത് എന്നതാണ് ഏറ്റവും ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. കൃത്യമായി കുറ്റം ചെയ്ത തെളിവുകളുടെ അടിസ്ഥാനം പുറത്തു വന്ന സാഹചര്യം ഒക്കെ പരിശോധിക്കട്ടെ. കുറ്റത്തിന്റെ ഗ്രാവിറ്റി ഒക്കെ പരിശോധിക്കട്ടെ. പരസ്പര സമ്മതമാണോ മറ്റു കാര്യങ്ങൾ ആണോ എന്നൊക്കെ ഇവിടെ പറയുമ്പോഴും ഒരു കുട്ടി മരണപ്പെട്ട അല്ലെങ്കിൽ ഗർഭപാത്രത്തിലെ ഭ്രൂണം നശിപ്പിക്കപ്പെടുന്ന അതിന് സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലുള്ള ഓറൽ ആയിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചാറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് മെസ്സേജ് പുറത്തു വന്നിട്ടുണ്ട്. രണ്ടും 2 ഒഫൻസ് ആണ്. ഒരു പെൺകുട്ടിക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ ഒഫൻസ് അവിടെ നിൽക്കുന്നു. ഒരു കുട്ടിയുടെ ഒരു ഭ്രൂണം നശിപ്പിക്കുന്ന തരത്തിലുള്ള നിർബന്ധമായിട്ടുള്ള അബോർഷനുമായിട്ടുള്ള ഒഫൻസ് നിൽക്കുന്നു. വളരെ ഗ്രാവിറ്റിയുള്ള ഒഫൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഫോൺ ഓഫ് ചെയ്ത് ഓഫീസ് പൂട്ടി ഇറങ്ങിയത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടുകാരും കൂടെ ഉള്ള ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സഹപ്രവർത്തകരും ഇപ്പോൾ ഫോൺ ഓഫ് ചെയ്ത് അവർ അവൈലബിൾ അല്ലാതെ മാറിയിരിക്കുന്ന സാഹചര്യം? ഇതെല്ലാം വ്യക്തമാക്കുന്നത് കൃത്യമായി തന്നെ ഇവിടെ ഒഫൻസ് നടത്തിയ ആര്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള സാഹചര്യം, ഇതെല്ലാം കൃത്യമായിട്ട് വ്യക്തമാണ്. അത് നിയമത്തിന്റേതായിട്ടുള്ള ഒരു വഴിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. അന്വേഷണം ശക്തമായിട്ട് നടക്കട്ടെ എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി പരാതിയില്ല, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ തന്നെ ഒരു വലിയ നേതൃത്വം പിന്തുണ കൊടുത്ത് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലടക്കം സജീവമാകാനും നേതാക്കന്മാരുമായിട്ട് വേദി പങ്കിടാനും ഒരു തരത്തിലുള്ള നിരോധനവുമില്ല എന്ന് കഴിഞ്ഞ 3-4 ദിവസത്തെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി. കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് നടപടിയെടുത്തത്. കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചാൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമാണെങ്കിൽ പോലും അത് രാജിവെക്കണം.
നിയമസഭാ അംഗം രാജിവെക്കണം. അത് രാജിവെച്ച് കൃത്യമായിട്ട് AICCക്ക് റിപ്പോർട്ട് ചെയ്യണം. അതാണ് അവരുടെ ഭരണഘടന. ആ ഭരണഘടനയിൽ പറയുന്ന കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് ഞങ്ങൾ നടപടിയെടുത്തു എന്ന രൂപത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ആഭ്യന്തര കാര്യം ആയിക്കോട്ടെ. ഏതായാലും ശക്തമായിട്ടുള്ള അന്വേഷണവുമായിട്ട് ഗവൺമെന്റും പോലീസും മുന്നോട്ട് പോകും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള തെളിവുകൾ പരിശോധിക്കും. ഒരു പെൺകുട്ടി നേരിട്ട് വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. പണ്ട് വുമൺ ഇൻ കളക്ടീവ് സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പരാതിയുമായിട്ട് വന്നപ്പോ കൃത്യമായി ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള നീതി നിർവഹണമാണ് ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ഇരയ്ക്ക് നീതി കിട്ടുന്ന തരത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള അന്വേഷണവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശരി, ദിലീപ് കേസിന്റെ ഒരു രീതി ഇതിലുമുണ്ട്, വേട്ടക്കാരുടെ രീതിയിൽ അതും തുടരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. സജനയിലേക്ക് പോകുന്നു. സജന, രാഹുൽ മാങ്കടത്തിനോട് 5 ചോദ്യങ്ങൾ സജന ചോദിച്ചിരുന്നു. നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങൾ സജന ചോദിച്ചിരുന്നു. അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട്. അതിനുശേഷം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. സസ്പെൻഷൻ എന്നൊരു നടപടി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അയാൾ പാർട്ടിയിലില്ല എന്ന സാങ്കേതികത്വം പറയുന്നു. പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തുടരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നേതൃത്വം വഹിക്കുന്നു. പ്രചാരണങ്ങളിൽ മാത്രമല്ല, ചിലയിടത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പോലും അയാൾക്ക് അവിടെ റോളുണ്ടായിരുന്നു. ആ പ്രഖ്യാപനത്തിലും അയാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് സജന എങ്ങനെയാണ് ഇക്കാര്യത്തിൽ നീതി പ്രതീക്ഷിക്കുന്നത്? പാർട്ടിയുടെ ഭാഗത്ത് ഇനി എന്ത് നടപടിയാണ് സജന ആഗ്രഹിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു പരാതിക്കാരി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഇത്രയും നാൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു ന്യായീകരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരാതി എന്തായാലും വന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏതൊരു കോൺഗ്രസ്സുകാരനെ പോലും ഞാനും പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള പരാതിയുടെ പോക്കനുസരിച്ച് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി കൈക്കൊള്ളും. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ പുറത്താക്കി പാർട്ടി പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് ഒരു ശുദ്ധീകലശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നടത്തിയാൽ ഈ പാർട്ടിയുടെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്കും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നും ഈ പാർട്ടിക്ക് ഉടനെ തന്നെ കരകയറാൻ കഴിയും. ഇതിനുള്ള ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള പുറത്തു നിർത്തലാണ് ഏറ്റവും വേണ്ടുന്ന. ഈ അന്തിമമായി ഏറ്റവും ഇത്ര നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വേണ്ടുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ AICCക്ക് നൽകിയ പരാതിയിലും സൂചിപ്പിച്ചിരുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. പറഞ്ഞിരുന്ന ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് പോലെ അദ്ദേഹം ഇത്രയും നാൾ ഒരു പരാതി ഇല്ല എന്നുള്ള ന്യായീകരണത്തിന് പുറമെ അദ്ദേഹം ഭരണഘടനാപരമായി അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള രീതിയിൽ ആയിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. താൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് അതെ കേസില്ല, പരാതിയില്ല എന്നുള്ളതും പോയി. അദ്ദേഹം തികച്ചും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഗർവോടുകൂടി നടക്കുന്ന ഒരു രീതിയായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. ഭരണഘടനാപരമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഈ പരാതി പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് കൈമാറിയതിന് ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു 4 വരി കുറിക്കുകയുണ്ടായി. അദ്ദേഹം നിയമപരമായി തന്നെ നേരിടുമെന്നുള്ളത്. ഇത്രയും ഈ ഒരു വിഷയം രൂക്ഷമായി പോകാതിരിക്കാൻ ഈ ഒരു 4 വരി അദ്ദേഹം ഈ 3 മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമപരമായി തന്നെ നേരിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഞാനടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെ പ്രവർത്തിച്ച് ഏതറ്റം വരെയും പോയി അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പരാതിക്കാരി വന്നിരിക്കുകയാണ്. ഈ പരാതിക്കാരി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതുവരെ പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്ന ഒരു സമയത്ത് പോലും പാർട്ടിയുടെ നടപടിയെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങൾ.
പാർട്ടിയുടെ പരിപാടികളിൽ അനൗദ്യോഗികമായി കടന്നു ചെല്ലുക, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി അദ്ദേഹത്തിന്റെ കരങ്ങൾ അദ്ദേഹം വലിച്ചിഴയ്ക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്തത് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ തീരുമാനത്തെ അദ്ദേഹം അവഹേളിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായി പോലും തുടരാൻ അദ്ദേഹത്തിന് യോഗ്യനല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ പാർട്ടി നൽകിയ ഒരു അച്ചടക്ക നടപടിയെ അദ്ദേഹം സ്വാഗതം ചെയ്തുകൊണ്ട് പൊതുപരിപാടികൾ, മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് മാറി നിൽക്കേണ്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ സമയം വന്നപ്പോൾ ഇപ്പോൾ ചാനലിൽ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യങ്ങളിലും പ്രചരണ പരിപാടികളിലും ഉൾപ്പെടെ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുകയും രാഹുൽ മാങ്കൂട്ടത്തിന് അക്കാര്യത്തിൽ ഒരു പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് പിന്തുണ ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പാലക്കാട് ഇപ്പോൾ നോക്കൂ, കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന റോള് ഇയാൾക്കായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. മാത്രമല്ല ഈ പാർട്ടി ഭരിക്കുന്ന സഹകരണ സ്ഥാപനത്തിന്റെ ഓഫീസിലിരുന്നിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും പ്രചാരണത്തിൽ പങ്കെടുക്കാം എന്ന VK ശ്രീകണ്ഠൻ അടക്കമുള്ള ചില നേതാക്കൾ അവിടെ പരസ്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പാർട്ടിയിലെ സ്ത്രീ ശബ്ദത്തോട്, സ്ത്രീകളുടെ നിലപാടുകളോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് പാർട്ടിയിലെ നേതൃത്വം? വരാം രാഹുൽ. ഈ പാർട്ടി എന്നും സ്ത്രീപക്ഷ നിലപാടുകൾക്കൊപ്പമാണ് എന്നുള്ളതിനുള്ള തെളിവാണ് 3 മാസങ്ങൾക്ക് മുൻപേ അദ്ദേഹത്തിന് നേരെ എടുത്ത ആ ഒരു സസ്പെൻഷൻ എന്നുള്ള ഒരു നടപടി. മറ്റൊരു പാർട്ടികളെ പോലെ മാറി നിൽക്കാതെ, അല്ലെങ്കിൽ ആ ഒരു ആരോപിതനായ മനുഷ്യനെ ചേർത്ത് നിർത്താതെ അദ്ദേഹത്തിനെ മാതൃകാപരമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർട്ടി എടുത്ത നടപടി വളരെ ആ ഒരു ഘട്ടത്തിൽ വളരെ അനിവാര്യമായിരുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു എന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. ഈ പാർട്ടിയുടെ കാര്യത്തിൽ ഇന്നലെ തന്നെ കെ സി വേണുഗോപാൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് വ്യക്തമായി അടിവരയിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല എന്നുള്ളത്. അപ്പോൾ ഈ സ്ഥാനമില്ലാത്ത ഒരാൾ ആർക്കു വേണ്ടി വേണമെങ്കിലും അദ്ദേഹത്തിന് പ്രചരണത്തിന് ഇറങ്ങാം, അത് സ്വാഭാവികമാണ്, ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒരു അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ ഈ ഒരു അച്ചടക്ക നടപടിയുടേതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കേണ്ടിയിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. സജനയോടൊരു കാര്യമാണ്, സജന ഈ പറഞ്ഞ വിമർശനം വളരെ ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നു. ഇന്ന് ഫേസ്ബുക്കിൽ എഴുതുന്നത് പോലെ വിഷയം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതേണ്ടതായിരുന്നു. നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ അവസരത്തിൽ എന്നോട് സംസാരിക്കുകയും അദ്ദേഹം ഏറ്റവും ജീവിതത്തിൽ അപകടകരമായ അവസ്ഥയിലും വിഷാദത്തിലൂടെയും കടന്നു പോവുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നേ പ്രതികരിക്കണമെന്ന്. എനിക്ക് രാഹുലുമായിട്ട് യാതൊരു സൗഹൃദമില്ല കേട്ടോ, ഞാൻ രാഹുൽ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ മാന്യതയുടെയും മര്യാദയുടെയും പേരിൽ മാത്രമാണ്, ആ വ്യക്തിക്ക് നന്മയും സത്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത്. ഞാൻ അന്നേ രാഹുലിനോട് സജനയുടെ വിമർശനം ഇത് രാഹുൽ കാണുന്നുണ്ടെങ്കിൽ സജന ഇപ്പം പറഞ്ഞ നേരത്തെ തന്നെ പറയണമായിരുന്നു എന്ന് പറഞ്ഞ കാര്യം ശരിയാണ്. ഇനി ഒരു കാര്യം കൂടെ, സജനയുടെ ഒറ്റ വരി കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിച്ചോളാം. സജന, ഇപ്പോഴും ഞാൻ പറയുന്നു, ആ പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത്. പക്ഷേ പറയേണ്ടി വരുന്നത് രാഹുൽ ഈശ്വറിനാണ്. അതുകൊണ്ട് സജന ഇത്തരം കാര്യങ്ങൾ കൂടെ ദൈവത്തെ ഓർത്തൊന്ന് അന്വേഷിക്കണം. കാര്യം കോടതിയിൽ കേസ് വരുമ്പോൾ ഇതെല്ലാം വെളി വരുമല്ലോ. പിന്നീട് സജനയ്ക്ക് കുറ്റബോധം തോന്നരുത്, രാഹുൽ മാങ്കൂട്ടത്തിലെ കൊടുക്കാൻ നോക്കിയപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന്. ഇത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് വരുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. എനിക്കും രാഹുലിനോട് വിമർശനമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാകും. ഇല്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് സജന പറയും, അയ്യോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു, ഇതൊക്കെ ആയിരുന്നോ സത്യമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ ഈ സത്യങ്ങൾ ദയവായി അന്വേഷിക്കണമെന്ന് താഴ്മയായി സജനയോട് അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഈശ്വർ, നമുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിലെ മുഴുവൻ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയില്ല. പുറത്തേക്ക് വന്ന ശബ്ദരേഖയുണ്ട്, ഫോൺ കോളുകളുണ്ട്, ഫോട്ടോകളുണ്ടെന്ന് പറയുന്നു. അതിലപ്പുറമുള്ള തെളിവുകൾ എന്താണ് പരാതി എന്ന് പൂർണ്ണമായി അങ്ങേക്കറിയാമോ? അല്ല, അതിവിടെ വിഷയമേ അല്ല. സജന മറുപടി പറഞ്ഞോളൂ. സജന, ഇതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ ഈശ്വർ വളരെ നല്ല രീതിയിൽ തന്നെ രാഹുലിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ കാര്യത്തെ എന്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. കാര്യം, ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും നല്ല രീതിയിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത വിഷാദത്തിലൂടെയാണ് കടന്നു പോയിരുന്നത്,
എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വൈകാരികമായി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പരാതി നൽകിയില്ല എന്ന് പറഞ്ഞിട്ടും ഇത്രയും നാൾ ഈ ഒരു പെൺകുട്ടിയെ ഇപ്പോഴും താങ്കൾ മോശമായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്? ഈ ഇത്രയും അനുഭവിച്ച ഈ ഒരു പെൺകുട്ടി, ആ കുട്ടി അനുഭവിച്ച മാനസിക സമ്മർദ്ദം എന്താണെന്ന്, ശാരീരികമായും മാനസികമായും ആ കുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണ് എന്ന് താങ്കൾ എന്തുകൊണ്ട് ചിന്തിച്ചു നോക്കിയിട്ടില്ല? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അത് താങ്കൾക്ക് മാത്രം അറിവുള്ള കാര്യമല്ലേ? ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അത് താങ്കൾക്കും രാഹുലിനും മാത്രം അറിവുള്ള കാര്യമല്ലേ? ആ കുട്ടി മാരീഡ് ആണ് എന്നുള്ള കാര്യം രാഹുലിന് അറിയില്ല എന്നുള്ളത് താങ്കൾക്കും രാഹുലിനും മാത്രം കുട്ടിയുടെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ നമുക്ക് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമേ ഇല്ല. പരാതി പുറത്തേക്ക് വന്ന ശബ്ദരേഖ. ആ കുട്ടി മാരീഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ, ആ കുട്ടി മാരീഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. ആ കുട്ടി മാരീഡ് ആണോ ഇല്ലയോ, അത് രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞോ ഇല്ലയോ, അത് അന്വേഷണത്തിന്റെ ബാക്കിയുള്ള ഘട്ടങ്ങളിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിനാണ്. ഇത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം ഒരിക്കലും രൂക്ഷമായി പോകില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ എടുത്ത് ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഈ ആരോപണം നിഷേധിച്ചുകൊണ്ടും ഈ വന്ന ശബ്ദ സന്ദേശങ്ങളും വാട്സാപ്പ് ചാറ്റുകളും ടെലിഗ്രാം ചാറ്റുകളും മെസ്സഞ്ചർ ചാറ്റുകളും എല്ലാം അദ്ദേഹം നിഷേധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു വിഷയം ഇത്രയും രൂക്ഷമായി വരികയോ ഈ പെൺകുട്ടി ഒരു മുഖ്യമന്ത്രിക്ക് പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയോ ചെയ്യുമായിരുന്നില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ശരി, ഞാനൊന്ന് റിനിയിലേക്ക് പോകുന്നു. റിനി അല്പനേരം കൂടിയുള്ളൂ. റിനി, ഇപ്പോൾ നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം കണ്ടല്ലോ. ആ കുട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസ് അവിടെ പറയുക, എന്താണ് ജോലി എന്ന് പറയും, ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു സ്വഭാവം. ആ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ്. ഇതിൻ്റെ ആത്യന്തികമായി ഈ പോരാട്ടത്തിന് എത്ര ശക്തി വേണ്ടി വരുമെന്നാണ് റിനിക്ക് തോന്നുന്നത്. റിനി പക്ഷേ ഇതിലൊരു പരാതി കൊടുക്കാൻ പോയില്ല. റിനിയെ സംബന്ധിച്ച് ഈ കാര്യം പൊതുജന മധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന സാഹചര്യം കാണുമ്പോൾ നിയമപരമായി റിനിയും പോകേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ പെൺകുട്ടി അനുഭവിക്കുന്ന സാഹചര്യം കാണുമ്പോൾ സ്ത്രീകൾക്ക് തന്നെ ഈ നിയമപരമായി പോകാനുള്ള ഒരു ഭയമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ടത്, ഇന്നിപ്പോൾ സുപ്രീം കോടതി അത് പ്രത്യേകം നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്, ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ കർശനമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് കമന്റ്സ് ഇട്ടും എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചും ഇരയെ അപമാനിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി പറയുന്നത് കേട്ടു, ഈ ഇര വിവാഹിതയാണ് എന്നുള്ളത്. അപ്പോൾ വിവാഹിതയാണെങ്കിൽ എന്തിനാണ് പിന്നെ വിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ഇടപെടാൻ നടത്തുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രം മതിയോ? വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ വിവാഹിതയായ ഒരു സ്ത്രീയുടെ അടുത്ത് എന്തിനാണ് പോകുന്നത്? എന്തിനാണ് വിവാഹിതയായ ഒരു സ്ത്രീയുടെ അടുത്ത് എനിക്ക് കൊച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നത്? അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രം മതിയോ? ഈ സംസ്കാരം സ്ത്രീക്കും പുരുഷനും വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് പറയുന്നത് നിയമപരമായി പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും നിയമപരമായി പോകണം എന്നുള്ളതാണ്. കടുത്ത ശാരീരികമായ പ്രശ്നങ്ങളെല്ലാം നേരിട്ടിട്ടുള്ള പെൺകുട്ടികൾ ഒന്നും മൗനികളായി വീട്ടിൽ ഇരിക്കരുത്. നിങ്ങളുടെ ട്രോമ വർദ്ധിക്കുകയുള്ളൂ. നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇത്തരത്തിലുള്ള വേട്ടക്കാരെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. റിനിക്ക് അവസാനമായി റിനിക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ പോലീസ് നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പരാതിക്കാർ പരാതിപ്പെടാൻ, നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകുമെന്നാണോ തോന്നുന്നത്? കാരണം ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആരും ആദ്യം മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ലല്ലോ. ഒരു പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പെൺകുട്ടികൾക്ക് ധൈര്യം കിട്ടും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ പെൺകുട്ടികളും അതിനായി തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു പർട്ടിക്കുലർ വിഷയമല്ല, ഇതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് വിവാഹിതരായിട്ടുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നത്? ഇതെല്ലാം നമ്മൾ കണ്ടെത്തണമല്ലോ. ഇത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുണ്ടായ ഒരു വിഷയമല്ല. അനേകം സ്ത്രീകൾക്ക് മെസ്സേജുകൾ അയച്ചിരിക്കുന്നു, സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇത് നിയമപരമായി തെളിയിക്കണം. അതിന് കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ്. ഈ രീതിയിലുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ, ഇത്തരത്തിലുള്ള വേട്ടക്കാരന്മാർ എക്സ്പോസ് ചെയ്യപ്പെടണം.
തീർച്ചയായും വളരെ നന്ദി റിനി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ അവസാനമായി ഒരു ചോദ്യം കൂടി ഞാൻ സജനയിലേക്ക് പോവുകയാണ്. സജന, പാർട്ടി നേതൃത്വത്തോട് സജനയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക്, ഒരു വനിതാ കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ പാർട്ടിയിൽ എന്നെപ്പോലെ തന്നെ നിരവധി വനിതാ പ്രവർത്തകർ, വനിതാ ഭാരവാഹികൾ ഈ പാർട്ടിയെ വിശ്വസിച്ച് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരുപാട് വനിതകളുണ്ട്. അവരുടെയൊക്കെ ഒരു ഉറപ്പ് എന്നുള്ളത് ഈ വേട്ടക്കാരനൊപ്പം അല്ല എൻ്റെ പാർട്ടി എന്നുള്ളത് തന്നെയാണ്. ആ ഒരൊറ്റ വിശ്വാസം എല്ലാ വനിതാ പ്രവർത്തകരെ പോലെ എനിക്കുമുണ്ട്. എൻ്റെ പാർട്ടി ഉറപ്പായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഇതിലെ വേട്ടക്കാരനെതിരെ ഉറപ്പായും ആക്ഷൻ എടുക്കും. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആരോപണങ്ങളും ഈ പരാതിയും നിലനിൽക്കുന്ന ഒരു MLA ചുമന്നുകൊണ്ട് ഇനിയും പാർട്ടി മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് വരും കാലങ്ങളിൽ ഒരുപാട് ദോഷം ചെയ്യും. അതൊന്നുമില്ലാതെ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തി പാർട്ടിയിൽ നിന്നും ഇദ്ദേഹത്തെ, നേരത്തെ പറഞ്ഞ അതേ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പടിയടച്ച് പിണ്ടം വെച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ നന്ദി സജന, ഇത്രയും കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചതിന്. കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ, വക്താവ്, ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ. ശ്രീ രാജു പി നായർ, ഇതാണ് പാർട്ടിയിലെ വനിതാ നേതാക്കൾ. ഇപ്പോൾ സജന മാത്രമല്ല, നേരത്തെ മുതിർന്ന നേതാക്കളടക്കം ഷാനിമോൾ ഉസ്മാൻ അടക്കം പ്രതികരിച്ചിരുന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാർട്ടി വളരെ വേഗത്തിൽ നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു എന്നുള്ളിടത്ത് വരെ കാര്യങ്ങൾ ശരിയായിരിക്കാം. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുകയാണല്ലോ ശ്രീ രാജു പി നായർ. ഇവിടെ ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിൽ സജീവമാകുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു. അവിടെ സജീവമായി നിൽക്കുന്നു മാത്രമല്ല, വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. ഇങ്ങനെ ഒരാളെ, അയാൾക്കെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത്. എന്താണ് ഇനി പാർട്ടിയുടെ നിലപാട്? നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയുമ്പോൾ ഒരു ഒഴിഞ്ഞുമാറലായിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുക. ശ്രീ രാജു പി നായർ. ശ്രീ രാജു പി നായർ, അങ്ങയുടെ ശബ്ദം വ്യക്തമല്ല, മ്യൂട്ടാണ്. ഒന്ന് ഓൺ ചെയ്യാമോ? ഞാൻ വളരെ ബഹുമാനത്തോട് തന്നെ പറയട്ടെ സ്മൃതി, മാധ്യമങ്ങൾ കുറ്റം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വിമർശിക്കുക എന്നുള്ളതിനപ്പുറം ശരിയായ നിലപാടെടുക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ കൂടി തയ്യാറാവുന്നത് പുതിയ കാലത്ത് ഒരു വേറിട്ട അനുഭവമായിരിക്കും, നല്ലൊരു മാധ്യമപ്രവർത്തകരായിരിക്കും എന്ന് മാത്രം ഞാൻ അങ്ങോട്ട് പറയട്ടെ. കാരണം ഞാൻ ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മിക ബലത്തിൽ നിന്നുകൊണ്ടാണ്. ആ ധാർമ്മിക ബലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉള്ള റിനി ആൻഡ് ജോർജ് ആണ് ആദ്യമായിട്ട് ഈ വിവരം പുറത്തു പറയുന്നത്. റിനി തന്നെ അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് ഉപയോഗിച്ചിരുന്നില്ല, പകരം ഹൂ കെയർസ് എന്ന് പറയുന്ന ഒരാളെന്നാണ്. ലോകത്ത് എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ആരോപണ വിധേയന്റെ പേര് പറയാതെ, ഒരു എഴുതി തയ്യാറാക്കിയ പരാതി ഇല്ലാതെ, ഒരു FIR പോലും ഇല്ലാതെ ഒരു MLA സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോവുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി? അത് ചെയ്തവരാണ്. കാരണം ആ പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് പാർട്ടി നിലപാടെടുക്കുകയാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, UDFന്റെ പാർലമെന്ററി പാർട്ടി അംഗത്തിൽ നിന്നും മാറ്റി സെപ്പറേറ്റ് ബ്ലോക്കാക്കി ഇരുത്തി. ഇല്ലേ? MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് കേവലം സംഘടനാപരമായ നടപടിയല്ല, അതിന് മറ്റു പല ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഈ വിഷയം വന്നപ്പോൾ ശ്രീ MP ഗോവിന്ദന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞത്? അത് ഇപ്പൊ മുകേഷ് MLA എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? കാരണം അതിനകത്ത് ഭരണപരമായ മറ്റു ചില ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇടയ്ക്ക് ചോദിച്ചോട്ടെ ശ്രീ രാജു പി നായർ, ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, മുകേഷ് പിന്നീട് തെറ്റുകാരനല്ല എന്ന് തെളിയിച്ചാൽ പിന്നീട് MLA സ്ഥാനത്തേക്ക് മടങ്ങി വരാൻ പറ്റുമോ എന്ന ചോദ്യമാണ്. അത് നമുക്കറിയാം, ഇത് തരത്തിലുള്ള പരാതിയാണ് വന്നത് എന്ന്. ഇത് പക്ഷേ ആ രൂപത്തിലുള്ള ഒരു കേസായി നമുക്ക് കാണാമോ? മറ്റൊരു രൂപത്തിലാണ് അത്. അതിൻ്റെ ആ ശബ്ദരേഖ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, 1 2 അല്ല, നിരവധി കേസുകളാണ് വന്നത്. ഇതിൽ ആത്യന്തികമായി ഏറ്റവും പ്രധാനം, ഒരു ശബ്ദരേഖയിലും തൻ്റെ ശബ്ദമല്ല അത് എന്ന് എവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയും അവനവനാണ് എന്ന് തന്നെ ഒരു തരത്തിൽ സമ്മതിച്ചുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അത് പാർട്ടിക്ക് സ്വീകാര്യമാണോ ശ്രീ രാജു പി നായർ? സ്മൃതി, പാർട്ടിക്ക് സ്വീകാര്യം അല്ലാത്തതുകൊണ്ടാണല്ലോ പുറത്താക്കിയത്. ഒരു വ്യക്തിക്ക് MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നെ തിരിച്ചാ MLA സ്ഥാനം കിട്ടുമോ എന്നുള്ള വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, ഒരു MLA അയാളുടെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട്.
6 മാസം ആ MLA ഇല്ലാതിരുന്നാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചോളം ജനങ്ങൾക്കൊരു നഷ്ടമുണ്ട്. അപ്പോൾ അത് ഒരാളുടെ വ്യക്തിപരമായ തീരുമാനത്തിന് നമുക്ക് വിടാം. CPM-ന് എന്താ ചോദിക്കാൻ പാടില്ല? 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട ഒരാൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്ന് മത്സരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കൂ, കോടതി ശിക്ഷിച്ച 20 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ച ഒരാൾ ജയിലിൽ കിടന്ന് മത്സരിക്കുകയാണ്. ഈ പാർട്ടിക്ക് ഇനി വല്ലതും ആ ചോദ്യം ചോദിക്കുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ? അപ്പൊ ഞാനിപ്പോ അതിലേക്ക് പോലും പോകുന്നില്ല, താരതമ്യം പോലും ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പാർട്ടിക്ക് പുറത്തായ രാഹുൽ, അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ അല്ലേ ശ്രീ രാജു പി നായർ? സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കല്ലേ? പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ഇദ്ദേഹത്തിന്റെ പേര്, പത്മകുമാർ, ഹൈക്കോടതി ഇവിടെ നിരീക്ഷണം ഉൾപ്പെടതിനു ശേഷം ഇവരുടെ തന്നെ SIT അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുക. എന്താ പറയുന്നത്? കുറ്റം തെളിയട്ടെ, കുറ്റം തെളിഞ്ഞ് വിധി വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. കുഞ്ഞനന്തന്റെ കുറ്റം തെളിഞ്ഞ് വിധി വന്നല്ലോ സുപ്രീം കോടതിയുടെ. ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ കുഞ്ഞനന്തൻ കൊലയാളിയാണെന്ന്? അംഗീകരിക്കുന്നുണ്ടോ? 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാള് ഈ തന്നെയും ഗൗരവതരമായ കേസുകളാണ്, നിഷേധിക്കുന്നില്ല ശ്രീ രാജു പി നായർ. പക്ഷേ സ്ത്രീകളോടുള്ള അതിക്രമം എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണ്. ഉറപ്പായിട്ടും സ്മൃതി, ക്രിമിനൽ കുറ്റം ഒരു നിയമത്തിന്റെ മുന്നിൽ സ്ഥാപിക്കപ്പെടേണ്ടതാണ്. അതിന് കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ കോൺഗ്രസിന്റെ രക്ഷാകർതൃത്വം ഇല്ലാതെ വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സർക്കാരിന്, ഇവിടുത്തെ പോലീസിന് ആ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ട നീതി ഉണ്ടെങ്കിൽ ആ നീതി നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഇല്ലാതെ നിർത്തിയിരിക്കുകയാണ്. അതിന് ഇന്നലെ വരെ ചോദ്യം ഉണ്ടായിരുന്നത് സർക്കാരിലേക്കായിരുന്നു ചോദ്യം ഉണ്ടാവേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല? അതിജീവിതം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാരണവശാൽ അദ്ദേഹത്തെ ഒരു തരത്തിലും ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജു പി നായർ, എന്റെ ചില ചോദ്യങ്ങൾക്ക് കൂടി അങ്ങ് മറുപടി നൽകൂ. ഇപ്പോൾ പാലക്കാട് MLA എന്ന നിലയ്ക്ക് MLA-യുടെ ചുമതലകൾ നിറവേറ്റേണ്ടതുണ്ട്. അങ്ങ് പറഞ്ഞ ശരി, അത് സാങ്കേതികമായി സമ്മതിക്കാമെങ്കിൽ പോലും കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രധാന റോള് വഹിച്ചുകൊണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ഓരോ സ്ഥാനാർത്ഥികളായി ഉണ്ട്, അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് വാർത്ത വന്നതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനത്തിന്റെ ഓഫീസിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. നിഗമനമല്ല ശ്രീ രാജു പി നായർ. ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ, ഒന്ന് പൂർത്തിയാക്കട്ടെ. പാലക്കാട് മുനിസിപ്പാലിറ്റി, പിരായിരി, കണ്ണാടി, മാനൂർ ഇവിടെയൊക്കെ പ്രചാരണത്തിലാണ്. അപ്പോൾ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് VK ശ്രീകണ്ഠൻ പറയുകയുമാണ്. പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ആളുകൾ പ്രചാരണത്തിൽ പറയുന്ന പോലെയാണോ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ, നിങ്ങൾ പറയുന്ന പാർട്ടിയിൽ ഇപ്പോഴില്ലാത്ത ഒരു വ്യക്തി, ആരോപണ വിധേയനായതുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തിയ ഒരു വ്യക്തി പ്രചാരണത്തിന് വരുന്നത്? അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമോ ഗുണം ചെയ്യുമോ? നോക്കൂ സ്മൃതി, വളരെ വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വേദിയിലും സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളെ പങ്കെടുപ്പിക്കില്ല. അത് വളരെ കൃത്യമാണ്. ഓരോ സ്ഥാനാർത്ഥികൾക്ക് ചിലപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടല്ല. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി പുറത്താക്കിയാണ്, സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ്. അത് പാർട്ടിയുടെ നിലപാടാണ്. ഒരു കാരണവശാൽ അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ വരാൻ അനുവദിക്കില്ല, സമ്മതിക്കുകയില്ല. പിന്നെ അദ്ദേഹം MLA രീതിയിലുള്ള അവിടെ ബന്ധങ്ങൾ, ഞാൻ പറയുന്നത്, ഞാനിപ്പോ ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ എന്നെ ബന്ധങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ആ ബന്ധങ്ങളെല്ലാം മുറിച്ചു കളയുകയാണ് ഒരു കേസോടുകൂടി. അല്ല, അവർക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾ, അടുപ്പങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ അവർ പോകും. പാർട്ടിയുടെ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇയാൾ റോൾ വഹിക്കുകയും ഘട്ടത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെയുണ്ട്. അതിന്റെ വാർത്തകളടക്കം ആ ദിവസങ്ങളിൽ വന്നതാണ്. അതിനുശേഷം ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, KC വേണുഗോപാലിനോട് ഇതിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് അവിടുത്തെ പാലക്കാട് നേതൃത്വമാണ് അതിൽ മറുപടി പറയേണ്ടതെന്നാണ്. അപ്പോൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള ഉത്തരവാദിത്തം? പിന്നെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയം പോയിട്ട് AICCയുടെ സംഘടനാ ചുമതല സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയോട് ചോദിക്കുന്നത് നിങ്ങൾക്കല്ലേ പ്രശ്നം? നിങ്ങൾ ആരോട് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? നിങ്ങൾക്കൊരു ബോധ്യം വേണ്ടേ? പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനങ്ങളുണ്ട്. അത് ആ പഞ്ചായത്തിൽ നിന്ന് വാർഡ് സമിതി കൂടി, ആ വാർഡ് സമിതിയിൽ നിന്ന് ഉയർന്നു വരുന്ന പേരുകൾ, പിന്നെ പഞ്ചായത്തിൽ മൊത്തമായിട്ട് സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ പാലിക്കുന്ന രീതിയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അത്തരത്തിലുള്ള, അല്ലാണ്ട് ഞങ്ങളുടെ DCC ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കുന്ന ഫോം ബിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് അവകാശം, എന്ത് റോള്? നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ വാർത്ത ഉണ്ടാക്കും, എന്നിട്ട് അവസാനം അതിന് കോൺഗ്രസ് മറുപടി പറയുന്ന സാഹചര്യത്തേക്ക് പോകരുത്. ഞങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതികരണങ്ങളും എവിടെ വെച്ച് നടത്തിയ പ്രതികരണങ്ങൾ എന്നുള്ളതും അങ്ങ് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതുന്നത്. കാരണം അത് ആ സമയത്ത് ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും പാലക്കാട് പ്രചാരണത്തിൽ സജീവമായ ശേഷം പല പൊതുപരിപാടികളിലും പങ്കെടുക്കുന്നു. അത് MLA എന്ന നിലയ്ക്കാണെന്ന് അങ്ങേക്ക് വേണമെങ്കിൽ ബാധിക്കാം. പക്ഷെ അങ്ങനെയല്ല,
പാർട്ടിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അവിടുത്തെ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ KC വേണുഗോപാലിനോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടല്ലോ ചോദ്യം, രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടാണല്ലോ ചോദ്യം. സ്മൃതി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നത്? ഒരു മിനിറ്റ്സ് കാണിച്ചു തരാമോ? ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് കൂടുന്ന വാർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് പറയാം. അല്ലല്ലോ, അവിടുത്തെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ദൃശ്യങ്ങളടക്കം വാർത്തകൾ ഉണ്ടായിട്ടാണ്. ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കോർ കമ്മിറ്റിയാണ്. ആ കോർ കമ്മിറ്റിയിലെ ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത് മിനിറ്റ്സ് ഒപ്പിണ്ട ഒരു മിനിറ്റ്സ് കാണിച്ചാൽ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ മാർക്ക് പറയാം. ഇല്ല, കോർ കമ്മിറ്റിയിൽ ഒപ്പിട്ടോന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് അവിടെ സജീവമായി മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു. അങ്ങ് സാങ്കേതികമായി ഇതിന് മറുപടി പറയാതിരിക്കും. സാങ്കേതികമായി CPM പറയുന്നതിന് അങ്ങ് പരിഹരിക്കുന്നുണ്ടല്ലോ. സ്മൃതി ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ പറയട്ടെ, നമ്മൾ ഒരു കേസ് അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ അതിന്റെ രീതിക്ക് മുന്നോട്ട് പോകും. ഒരു കേസ് വരുമ്പോൾ ഒരാൾ കുറ്റക്കാരനായിട്ട് സ്ഥാപിക്കപ്പെടുന്നത് ഞാൻ ന്യായീകരിക്കാൻ പറയുന്നതല്ല, പക്ഷെ നിങ്ങൾ പറയുന്ന മറുപടി പറയാം. ശിവൻകുട്ടി ഉൾപ്പെടെ MP രാജേഷ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് പോലും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിടെ ഇരിക്കുന്നത് കയറാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഇല്ലേ? എന്തായിരുന്നു അരുൺകുമാറിന്റെ ഒക്കെ നേരത്തെ നിലപാട്? പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ശിവൻകുട്ടി ചോദിച്ചല്ലോ, അയാൾ കേസിൽ പ്രതിയല്ലല്ലോ, അയാൾക്കെതിരെ പരാതിയില്ലല്ലോ, പിന്നെ ഞാൻ എന്തു പറഞ്ഞ് പുറത്തേക്ക് പോകാൻ പറയും? ഇതിൽ ഇത്തരത്തിലുള്ള സങ്കീർണതകളൊക്കെ ഈ വിഷയത്തിലുണ്ട്. ആ സങ്കീർണതകളല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടാണ് ഏറ്റവും പ്രധാനം. ആ നിലപാട് എന്ന് പറയുന്നത്, ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് പുറത്തു നിർത്തി. ഇനി പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരിയെ ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങൾ അധിക്ഷേപിക്കില്ല. ഞങ്ങളുടെ സ്ത്രീപക്ഷ നിലപാടിന്റെ ഉദാഹരണമാണ് സജ്ജന ഇവിടെ ഇരിക്കുന്നത്, സജ്ജന B സാജന ഇരിക്കുന്നത്, ഇല്ലേ? ഞങ്ങളുടെ പാർട്ടിക്ക് ഞാൻ ചോദിക്കട്ടെ, അരുൺകുമാറിന് സ്വപ്നം കാണാൻ പറ്റുമോ? ഈ PK ശശി ഉൾപ്പെടെയുള്ള കേസ് വന്നല്ലോ. ഈ പാർട്ടിക്കകത്തുള്ള ഏതെങ്കിലും ഒരു മഹിളാ നേതാവിന് ആ നേതാവിനെതിരെ പ്രസ്താവന നടത്താൻ ഒരൊറ്റ ആൾക്ക് കഴിയോ? നട്ടലിന് ബലം ഉണ്ടാവോ? ആ പാർട്ടി ഉണ്ടാവോ? സജനതായി ഇപ്പൊ വന്നിരിക്കുന്നത് ഈ സ്ത്രീപക്ഷ നിലപാട് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നുണ്ടാ, ആ എതിർ ശബ്ദങ്ങളെ ഞങ്ങൾ മാനിക്കുന്നുണ്ടാ, ആ ശബ്ദങ്ങളെ മാനിക്കുന്നുണ്ടാ. ശരി, അരുൺ മറുപടി പറയാം. ഇവിടെ ഒറ്റ മിനിറ്റ്. K. സുധാകരൻ KPCCയുടെ മുൻ പ്രസിഡന്റ് അല്ലേ? ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണല്ലോ. അദ്ദേഹം ഇന്നലെയും മിനിങ്ങാന്നും മാധ്യമങ്ങളോട് ഇതേ രാഹുൽ മാങ്കൂട്ടലിനെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയും വീഡിയോയും താങ്കൾ ഒന്നെടുത്ത് കാണണം. താങ്കൾ പലതവണ ആങ്കറോട് ചോദിക്കുകയാണ്, സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും ഇടപെട്ടോന്ന്. ബഹുമാനപ്പെട്ട സ്മൃതിയുടെ വാട്സപ്പിലേക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഞാൻ അയച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ്, 3 ദിവസം മുമ്പ്, 4 ദിവസം മുമ്പ്. ആ വീഡിയോയിൽ പാലക്കാട് നഗരസഭയിലും കണ്ണാടി ഗ്രാമപഞ്ചായത്തിലുമെല്ലാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീട് കയറുന്ന ദൃശ്യം വീഡിയോ തന്നെയാണ് ഞാൻ അയച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയും. എന്റെ സമയം ഞാൻ പറയട്ടെ. ക്ലാരിറ്റിക്ക് വേണ്ടി പ്രചാരണത്തിൽ വന്നതിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ റോളില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാം, അതല്ലേ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ഒറ്റ മാസത്തേക്ക് മാത്രമേ കോൺഗ്രസിന്റെ ഭരണഘടനാ പ്രകാരമുള്ള സസ്പെൻഷൻ. ഓഗസ്റ്റ് മാസം 25-ന് സസ്പെൻഡ് ചെയ്തു. സെപ്റ്റംബർ മാസം 25 ആയപ്പോഴേക്കും ആ സസ്പെൻഷൻ ഭരണഘടനാപരമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടു. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളൊന്നും രാജിവെച്ചില്ല. അദ്ദേഹം തുടർന്നു. വിൻസെന്റ് അടക്കം ഉള്ളവർക്ക് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. അതായത് മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ശ്രീ K. സുധാകരൻ അടക്കമുള്ളവർ കൃത്യമായി വന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ റിനി ഇവിടെ ഉണ്ടല്ലോ. ആ റിനി അടക്കം ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവരെ സോഷ്യൽ മീഡിയയിൽ എത്ര മോശമായിട്ടാണ് ആക്രമിച്ചത്. അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിലെ ഉയർന്നു വന്ന മറ്റു പല ആരോപണങ്ങളിൽ ഉൾപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് എത്ര ക്രൂരമായി തന്നെ ആക്രമിച്ചു. ഇപ്പോഴും അത് തുടരുകയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അതുകൊണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കന്മാരൊന്നുമല്ല എന്ന് പറയുന്നു. മിനിങ്ങാന്ന് തന്നെ ബണ്ടി ചോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപമിച്ചുകൊണ്ട് ഇതേ രാഹുൽ മാങ്കൂട്ടിൽ പ്രതികരിച്ചത് ആർക്കെതിരായിട്ടാണ്? ഞാൻ പറയുന്നില്ല ആരാണെന്ന്. അപ്പോ പരസ്യമായി രംഗത്ത് ഒരു വലിയ വിഭാഗം അദ്ദേഹത്തെ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വരിക. പിന്നെ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം മറുപടി പറഞ്ഞു തന്നെ പോകണം. വിവാഹിതയാണ്, ഇതിലെ ഇര വിവാഹിതയാണ്.
അതുകൊണ്ട് ഇതൊന്നും ഒഫൻസ് ഒന്നും നിൽക്കില്ല എന്ന രൂപത്തിൽ ചിത്രീകരിക്കുകയാണ്. എത്ര ക്രൂരമായിട്ടാണ് ഇവിടെ പറയുന്നത്. BNS-ഉമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൻ 89 ഞാൻ വായിക്കാം. കോസിംഗ് മിസ്കാരേജ് വിത്തൌട്ട് വിമൺസ് കൺസെന്റ്, മാരീഡ് വുമൺ, നോൺ മാരീഡ് വുമൺ എന്ന രൂപത്തിലല്ല. കോസിംഗ് മിസ്കാരേജ് വിത്തൌട്ട് വുമൺസ് കൺസെന്റ്, whoever commits the offense under section 86 without the consent of a woman, whether the woman is quick with child or not, shall be punished with imprisonment for life, ജീവപര്യന്തം, or with imprisonment for either description for a term which may extend to 10 years and shall also be liable to be fined. അതായത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ പരസ്പരമുള്ള ബന്ധം അതവിടെ നിൽക്കട്ടെ, ഒരു മിസ്കാരേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് BNS-ലെ സെക്ഷൻ 89 കൃത്യമായി ഇന്ന പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് ഓഫ് ലൈഫ്, 10 years വരുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹിതയാണെന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഇത് കേൾക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതിലെ വിക്ടിമിന്റെ എല്ലാം എല്ലാ തരത്തിലുള്ള ധൈര്യത്തെയും ചോർത്തിക്കളയുകയാണ്, ആക്രമിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇന്ന് ബഹുമാനപ്പെട്ട ഒരു അഭിഭാഷക ദീപ ജോസഫ് എന്നാണ് പേര്, ഞാൻ അവരെ അറിയില്ല, അവർ സുപ്രീം കോടതി അഭിഭാഷകയാണെന്നൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. ഇതേ വിഷയത്തിൽ വളരെ ദീർഘമായിട്ട് എഴുതിയിരിക്കുകയാണ്. എത്ര മോശമായിട്ടാണ് ഈ വിക്ടിമിനെ ചിത്രീകരിച്ചത്. ഫോട്ടോ പുറത്തുവിടും, മറ്റു വിവരങ്ങൾ പുറത്തുവിടും, അതുകൊണ്ട് ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രൂപത്തിൽ ഇത് കുറച്ച് ദിവസമായി പരാതി കൊടുക്കാൻ തയ്യാറായി വരുന്ന പൊതുസമൂഹത്തിൽ വരുന്ന വിഷയങ്ങളെ തകർക്കാൻ വേണ്ടി, അതിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരു വലിയ ടീമിനെ വെച്ച് PR വർക്കിന്റെ ഭാഗമായി ആക്രമിക്കുക. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി രാജു പി നായരോട് ഞാൻ ചോദിക്കട്ടെ, 3 മാസം സമയം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയല്ലോ. ഓഗസ്റ്റ് മാസം 25 മുതൽ കിട്ടി. ഈ ശബ്ദം എന്റേതല്ല അദ്ദേഹം പറഞ്ഞോ? ഈ ചാറ്റ് എന്റേതല്ല പറഞ്ഞോ? ഈ ശബ്ദം ഒരു ഫോറൻസിക് റിപ്പോർട്ടിന് പരിശോധനയ്ക്ക് വിടണം എന്ന് പറഞ്ഞോ? അദ്ദേഹം ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തോ? ഒരു MLA ആയ എന്നെ അപകീർത്തിപ്പെടുത്താൻ സമൂഹത്തിൽ ഇന്ന വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞോ? കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹം ഒരു പരാതി തന്നോ? ഒരു കോൺഗ്രസിന്റെ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ, താങ്കൾ കേട്ട് കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞോളൂ. കോൺഗ്രസിന് ഒരു പരാതി തന്നോ? ഞാൻ കോൺഗ്രസിന്റെ MLA ആയി പ്രവർത്തിക്കുമ്പോൾ മിസ്റ്റർ രാജു പി നായർ താങ്കൾ സംസാരിക്കുമോ? താങ്കൾ സംസാരിക്കുമോ? ഞാനൊരു അക്ഷരം വേണ്ടിയില്ല. ശ്രീ രാജു പി നായർ വേഗം പൂർത്തിയാക്കൂ. ഞാൻ ശ്രീ KM ആന്റണിയിലേക്ക് പോയതേ ഇല്ല. അരുൺ, ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഒരു തരത്തിലും ചാറ്റുമായി ബന്ധപ്പെട്ടോ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു പരാതി പോലീസിനോ പൊതുസമൂഹത്തിൽ ഉന്നയിക്കുകയോ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഈ ബന്ധം നിഷേധിക്കുകയോ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പരാതിയും കൊടുത്തിട്ടില്ല. KC വേണുഗോപാൽ ഭാര്യ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഭയത്തിലാണ്. അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ നമ്മുടെ തൃക്കാക്കര MLA അടക്കം എത്രയോ വനിതകൾ രംഗത്ത് വന്നിട്ട് അപ്പോൾ തന്നെ പ്രസ്താവന പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യം. ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ഒരേ സമയത്ത് ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം യാത്ര ചെയ്യുക. അതാണ് കോൺഗ്രസ്. അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തോടെ സംസാരിക്കുന്നില്ല. കിട്ടിയ പരാതി കൃത്യമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കും. ശരി. ശ്രീ KM ആന്റണി, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പെൺകുട്ടി പരാതി കൊടുത്തത്. ഇന്ന് തന്നെ അത് DGPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അത് DGP ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൈമാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കേസിൽ അന്വേഷണം നടത്തിയിരുന്നു, പക്ഷേ മൊഴി ആരും നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെൺകുട്ടി മൊഴി നൽകും. പെൺകുട്ടിയുടെ രഹസ്യമൊഴി, അതിനുശേഷം അറസ്റ്റ്. ഇതാണോ ഇനിയുള്ള നടപടിക്രമങ്ങൾ? സ്മൃതി, ഈ കേസിൽ അതായത് ഈ പാലക്കാട് MLA ശ്രീ രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ട് ഏതാനും മാസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലുമൊക്കെ ആരോപണങ്ങളും അതുപോലെ തന്നെ ശബ്ദ സന്ദേശങ്ങളും അതുപോലെ തന്നെ ചാറ്റുകളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വിക്ടിം മുന്നോട്ട് വന്ന് ഒരു പരാതി കൊടുക്കുവാനായി തയ്യാറായിരുന്നില്ല. അതാണ് അതിലുണ്ടായിരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇന്നിപ്പോൾ അത് 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു യുവതി വന്ന് പരാതി കൊടുക്കുകയും അവരുടെ നിന്ന് നമ്മൾ തോന്നുന്ന വോയിസ് ശബ്ദ സന്ദേശത്തിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ യുവതിയും അവരുടെ ബന്ധുവും കൂടി വന്ന് പരാതി കൊടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. പരാതി സാഹചര്യം എന്ത് നമുക്ക് അതിലേക്ക് കടക്കില്ല. ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ വിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവകാശങ്ങളുടെ എന്തെങ്കിലും കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിൽ അടിസ്ഥാനപരമായിട്ട് യാതൊരു കാര്യവുമില്ല. അത് സ്വീകരിക്കാൻ പറ്റുന്നതുമല്ല. ഇപ്പം ഇവിടെ ഈ സംഭവത്തെ നമ്മൾ എടുത്തു നോക്കുമ്പം രാഷ്ട്രീയമായിട്ട് പല സാഹചര്യങ്ങളും ഇപ്പോഴുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുപോലെ തന്നെ
മറ്റു പല വിവാദങ്ങളുമുണ്ട്. അതെന്തൊക്കെ ആയിരുന്നാലും ഈ വിഷയത്തിൽ പരാതിയുമായിട്ട് ഒരു യുവതി നേരിട്ട് വരുന്നുണ്ട് എങ്കിൽ അതീവ ഗൗരവമുള്ള കാര്യമാണ്. കാരണം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, അതുപോലെ തന്നെ ഈ റേപ്പ്, ആ വഞ്ചനാപരമായ രീതിയിൽ ഒരു യുവതിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വശീകരിച്ച് ബന്ധപ്പെടുകയാണ് എങ്കിൽ അത് റേപ്പിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണ് അതിന് വരുന്നത്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, പോലീസിന് നേരിട്ടെടുക്കാവുന്നതാണ്. ഇന്നിപ്പം ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയെ സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി പരാതി കൈമാറി ശക്തമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അത് കൃത്യമായിട്ടും അന്വേഷണം നടക്കും. ഇതിൽ തെളിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം ഈ പറഞ്ഞ ആ ഗർഭചിത്രവുമായി വന്നിരിക്കുന്ന ആ വോയിസ് മെസ്സേജും ഈ യുവതി നേരിട്ട് വന്ന് പരാതി കൊടുത്ത് മുന്നിലേക്ക് വന്ന സ്ഥിതിക്ക് ഇതിലെ തെളിവുകൾ കൊടുക്കേണ്ട ബാധ്യതയും കൂടെ അവർക്കുണ്ട്. കാരണം ഡിജിറ്റലായിട്ടുള്ള എവിഡൻസ് ഇതിനകത്ത് ആവശ്യത്തിലധികം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് സംഭവം അല്ലെങ്കിൽ ഇവരെ റേപ്പ് നടന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനും ശരിയായ രീതിയിലുള്ള തെളിവുകൾ അവർക്ക് അവരുടെ കൈവശം ഉണ്ടാവും. അതല്ലെങ്കിൽ പോലീസിന് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ ശബ്ദ സന്ദേശത്തിലെ ആ പുരുഷൻ്റെ ശബ്ദം രാഹുൽ മാക്കൂട്ടത്തിൻ്റെതാണോ എന്ന് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുവാനും ശാസ്ത്രീയമായിട്ട് അത് കണ്ടെത്തുവാനും സാധിക്കും. അപ്പം ആ രീതിയിലുള്ള വളരെയധികം തെളിവുകൾ മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരു കേസാണിത്. ഇപ്പം മറ്റ് എന്ത് സാഹചര്യം പറഞ്ഞാലും കേസ് എന്നുള്ള നിലയ്ക്ക് ഇത് ഒരു യുവതി മുന്നോട്ട് വന്ന് പരാതി കൊടുത്തു. ആ കേസ് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് പോലീസിന് കൃത്യമായിട്ട് അന്വേഷിക്കാനും ഇതിലേക്ക് തെളിവുകൾ നല്ല രീതിയിൽ അടിസ്ഥാനപരമായിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കുവാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതുപോലെ തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പം ഇത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ജില്ലാ കോടതിയിൽ അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തതിന് ശേഷം മാത്രം ഹൈക്കോടതി വരാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ടും കേരള ഹൈക്കോടതിയുടെ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കേസ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ചിലപ്പോൾ അത് ക്രൈംബ്രാഞ്ച് മേധാവി ഉള്ള ക്രൈംബ്രാഞ്ചിനൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ. അതായത് FIR രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ക്രൈംബ്രാഞ്ചിൻ്റെ ഹെഡ്ക്വാർട്ടറിലുണ്ട്. അതല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നത് ചിലപ്പോൾ പാലക്കാടായിരിക്കും. പാലക്കാടാണോ രജിസ്റ്റർ ചെയ്യുന്നത് നമുക്കറിയില്ല. ഈ പരാതിയിലെ കണ്ടന്റ് എന്താണ്, അതിനകത്തുള്ള ആരോപണങ്ങൾ എന്താണ്, ആ ആരോപണങ്ങൾ പരാതി കണ്ടെങ്കിൽ മാത്രമേ ഇതിന് അനുബന്ധമായ തെളിവുകൾ എത്രമാത്രം ശേഖരിക്കാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മളിപ്പം അതിൻ്റെ ആദ്യത്തെ പ്രൈമറി അല്ലെങ്കിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇതിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലെ നമ്മളൊരു ചർച്ചയിലേക്ക് പോകുന്നതിൽ കേസിനെ സംബന്ധിച്ച് അതിനകത്ത് കാര്യം അല്ലെങ്കിൽ അതിൽ വലിയ പ്രസക്തിയില്ല. തെളിവുകൾ കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ആ മുൻകൂർ ജാമ്യം ഇതിൽ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് പോലും സംശയകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം ജില്ലാ കോടതിയെ സമീപിച്ച് ഹൈക്കോടതി അനുവദിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ആ സമയം വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് തടസ്സമില്ല. കാരണം നോൺ ബെയിലബിൾ ഒഫൻസാണ്. മിനിമം 10 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടാവുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് ചേർക്കാൻ സാധ്യതയുള്ളത് FIR-ൽ. ശേഖരിച്ച് അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശരി, അത്തരം നടപടികളിലേക്ക് കടക്കുമോ? വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം എന്നാണ് അറിയേണ്ടത്. ഞാൻ ശ്രീ രാജു പി നായർ, പാർട്ടിയിലെ വനിതാ നേതാക്കൾ നടത്തിയ പ്രതികരണം, അങ്ങനെ പ്രതികരിച്ച വനിതാ നേതാക്കൾക്കുള്ള അനുഭവം, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അത് സമൂഹ മാധ്യമത്തിലൂടെ ആക്രമണം, അതിൽ പാർട്ടിക്ക് പങ്കില്ല അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രവർത്തകർക്ക് പങ്കില്ല എന്ന രൂപത്തിൽ തള്ളിക്കളയാവുന്ന ഒരു വിഷയമാണോ? അതിൽ ഒരു സമീപനത്തിന്റെ പ്രശ്നമുണ്ട്. നേതൃത്വം ശക്തമായൊരു നിലപാടെടുത്താൽ അതിന് വിരുദ്ധമായൊരു സമീപനം സമൂഹ മാധ്യമത്തിലായാലും എടുക്കാൻ ഈ പറയുന്ന അണികൾക്ക് കഴിയുമോ? നോക്കൂ സ്മൃതി, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ വളരെ വലിയ രീതിയിൽ നിങ്ങൾ ധാർമ്മികത മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ധാർമ്മികതയ്ക്കപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോ റിനിക്ക് ഉൾപ്പെടെതിരെ വലിയ ആക്രമണം നടന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ചർച്ച ചെയ്തതല്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരാൾ പോലും, ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെയോ ഈ അതിജീവിതക്കെതിരെയോ ഒരാക്ഷേപവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? ഈ CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് എവിടെയെങ്കിലും എത്രയോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെ മൃഗീയമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും CPM-ന്റെ ഒരു നേതാവിന്റെ പ്രസ്താവന ഇത്തരത്തിൽ അവരെ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതാ പറഞ്ഞത്, കോൺഗ്രസ് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തുമ്പോ നിങ്ങൾ അത് അവഗണിക്കുകയും എന്നിട്ട് നിങ്ങൾ ഒരു കൂടുതൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുമെന്ന് നോക്കുകയും ചെയ്യാണ്. അതേസമയം അപ്പുറത്ത് ഇതിന്റെ എല്ലാം വക്താക്കൾ ഇല്ലേ, ഇത് മുഴുവൻ ഏറ്റവും സംഘടിതമായി നടത്തുന്ന CPM
നിങ്ങൾ യാതൊരു ചോദ്യവും ഇതിന്റെ എല്ലാ വക്താക്കളും നിങ്ങളുടെ പാർട്ടി തന്നെയാണ്. അല്ല, എന്തിനാ ഞാൻ അരുൺകുമാറിനോട് ഞാൻ സംസാരിക്കുന്നത്? ഞാൻ ഇനി ആ വിഷയങ്ങളൊക്കെ വേണമെങ്കിൽ പറയണേ, കോൺഗ്രസ് നേതാക്കന്മാരെ ആക്രമിച്ച ഉൾപ്പെടെ വിഷയങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ എന്തിന് CPI-യുടെ ആ പാവം ഇന്നലെ കെ സുധാകരൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ കെ സുധാകരൻ പറഞ്ഞ എന്താണ്? വേറൊന്നും പോണ്ട. കെ സുധാകരൻ ഇന്നലെ എന്താണ് പറഞ്ഞത്? ഏതാ കെ സുധാകരൻ പറഞ്ഞ നല്ല ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്നു എന്ന രൂപത്തിലാണ് പ്രതികരിച്ചത് കെ സുധാകരൻ. അല്ല, അദ്ദേഹത്തിന്റെ ബോധ്യത്തിനനുസരിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും കെ സുധാകരൻ തീവ്രത അളക്കുന്ന മെഷീനായിട്ട് ഇറങ്ങിയില്ലല്ലോ. തീവ്രത അളക്കുന്ന മെഷീൻ ഞാൻ ചോദിക്കട്ടെ, നാണം കെട്ട രാഷ്ട്രീയം നടത്തിയിട്ടുള്ള CPM അല്ലേ? ഒരു സ്ത്രീ കേരളത്തിലെ ഒരു MLA ആയിരുന്ന ഒരാൾക്കെതിരെ പരാതി കൊടുത്തപ്പോ മനസ്സിലായി. 3 മാസമായി ഈ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ചാറ്റിലെ വാചകങ്ങളും ഈ വോയിസ് മെസ്സേജിലെ വാചകങ്ങളും ഇതുപോലൊരു ചർച്ചയിൽ വന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോ കേരളത്തിലെ CPM-ന്റെ നേതൃത്വം മുഴുവൻ എല്ലാ കാലത്തും ഈ ഇരട്ടത്താപ്പ കാണിച്ചുകൊണ്ടിരിക്കുക. CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരാള് നമ്മുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ട് ഒരാളുണ്ടല്ലോ, സ്മൃതി ഇല്ലേ? തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു നേതാവ്. ആ നേതാവിനെതിരെ വന്ന ആരോപണം എന്താണ് സ്മൃതിക്ക് അറിയാമോ? സ്മൃതി, അരുൺകുമാറിന് പറയാൻ പറ്റുമോ എന്തിനായിരുന്നു പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്? ആ പരാതി പോലീസിൽ കൊടുത്തോ? ഇന്ന് അദ്ദേഹം തിരിച്ചു വരികയല്ലേ? അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളുടെ പരാതി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നടക്കുമ്പോൾ ആ പരാതികളെ മുഴുവൻ പാർട്ടിക്കകത്ത് മുക്കുകയും എന്നിട്ട് ഒരു പഴയ MLA തന്റെ മകൾക്ക് ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഉണ്ടായ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പിടിച്ചിരുത്തിയിട്ട് CPM വന്ന് ഈ പറയുന്ന, ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വാക്കിയാണ് ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇമാതിരി തട്ടിപ്പ് വർത്താനം പറയരുത്. ഈ തട്ടിപ്പ് വർത്താനം പറയരുത്. നിങ്ങൾക്ക് ഇതിലൊന്നും പറയാൻ ഒരു ധാർമ്മികതയില്ല. ഞങ്ങൾ പരാതിക്കാരി നൽകിയ പരാതിയിലെ വിവരങ്ങൾ പൂർണ്ണമായും നമുക്കറിയില്ലല്ലോ. സ്മൃതി, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അരമണിക്കൂർ മറ്റു പരിപാടി ഓടി ഞാൻ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് ധാർമ്മികതകളുണ്ടാ. ഇന്നലെ ദേവസ്വം വകുപ്പിന്റെ കൊള്ളയെ കുറിച്ച് ചർച്ച നടത്തിയപ്പോ വന്നില്ലല്ലോ ഇവരാരും. എന്തായിരുന്നു? ആ ധാർമ്മിക മൂല്യം ഇല്ല. ഞങ്ങൾക്ക് ധാർമ്മികതയുടെ ബലമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ഇല്ലേ? എത്രമാത്രം നിറഞ്ഞു കവിയാണ്. ആ KPCC പ്രസിഡന്റിന്റെ വാചകം കേട്ടാൽ അറിയാം, ധാർമ്മികത വടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, നിറഞ്ഞു കവിയാണ്. നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനാണെങ്കിൽ നിരവധി കേസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് താരതമ്യം ചെയ്യാം. നമുക്ക് ഈ പർട്ടിക്കുലർ കേസ് എടുക്കുകയാണെങ്കിൽ ശ്രീ രാജു പി നായർ, ഒരു മിനിറ്റ് തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിൽ ആ താരതമ്യം ഉണ്ടാകും. ശരി, അത് ജനം വിലയിരുത്തട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കേസ് ഇതാണല്ലോ ശ്രീ രാജു പി നായർ. ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾക്കപ്പുറം ഇനിയും പുറത്തു വന്നേക്കും. അതിന്റെ ആഴം ഇപ്പോഴുള്ളതിലും ഗുരുതരമായിരിക്കും. ഒരാൾക്കെതിരെ എന്തു വന്നാൽ ഞങ്ങൾ എന്തിന് പേടിക്കണം? സസ്പെൻഷൻ. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗമല്ലാത്ത ഒരാളെ ഞങ്ങൾ പുറത്താക്കി രാഷ്ട്രീയ രക്ഷാകർതൃത്വം. നിങ്ങൾ ഇപ്പോൾ സസ്പെൻഷൻ എന്ന വാക്ക് ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണ് ശ്രീ രാജു പി നായർ? പുറത്താക്കി. നിങ്ങൾ തുടർച്ചയായി എല്ലാ നേതാക്കളും പുറത്താക്കി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? സസ്പെൻഷൻ അല്ലേ? ഞങ്ങൾ സസ്പെൻഷൻ ആണെന്നേ, അത് പറഞ്ഞല്ലോ. സസ്പെൻഷൻ പുറത്താക്കുന്നതിന് തുല്യമാണ്. നാളെ അദ്ദേഹത്തിനെതിരെ വേറെ നടപടി ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഏതെങ്കിലും ഒരു പ്രസ്താവന സസ്പെൻഷനാണോ ഡിസ്മിസ് ആണോ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ മാധ്യമങ്ങൾക്ക് ഒരു കുറിപ്പ് പോലും കൊടുക്കാത്ത നടപടി റിപ്പോർട്ടർ ചാനലിൽ കിട്ടിയിട്ടുണ്ടോ? ഒരു നടപടിയുടെ ഒരു കുറിപ്പ്? കൂടുതൽ നടപടി ഉണ്ടാകും എന്ന് കെ മുരളീധരൻ പറഞ്ഞ പ്രസ്താവന നിങ്ങൾക്ക് എന്താ ചർച്ച ചെയ്യേണ്ടാത്തത്? ശരി, അപ്പോൾ പോലീസ് കേസെടുത്ത് അറസ്റ്റിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കാം എന്നാണ് കരുതേണ്ടത് അല്ലേ? അത് പറഞ്ഞ ശേഷം അവസാനിപ്പിക്കാം. നേതാക്കന്മാർ പറഞ്ഞതല്ലേ? ശരി, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത നടപടി ഉടൻ ഉണ്ടാകും. നിങ്ങൾ സ്ത്രീപക്ഷത്തും ആ അതിജീവിതയ്ക്ക് നീതി കിട്ടാനുമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പ്രസ്താവന സർക്കാർ കേസെടുത്ത് പോലീസ് കേസെടുത്ത് കൂടുതൽ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയെടുക്കുമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം അറിയിച്ചിട്ടുണ്ടെന്നാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്. ശരി, അതാണ് അതിലെ വ്യക്തത. ശരി, നമുക്ക് നോക്കാം എത്രത്തോളം വേഗത്തിൽ അന്വേഷണ സംഘം നീങ്ങുന്നു, എത്രത്തോളം തെളിവുകൾ കൊണ്ടുവരുന്നു. പെൺകുട്ടിയുടെ രഹസ്യ മൊഴിയെടുക്കം എടുക്കാനുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത റിനി ജോർജ്, സജ്ന ബി സാജൻ, രാജു പി നായർ, രാഹുൽ ഈശ്വർ, ഒപ്പം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ശ്രീ KM ആന്റണി.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.